ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഓപ്പൺ ബുക്ക്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് ഇൻഫോർമേഷൻ സിസ്റ്റം? ഇൻഫോർമേഷൻ സിസ്റ്റം പേര് പറയുന്നത് പോലെ തന്നെ ഒരു സിസ്റ്റമാണ്. കുറെ കോമ്പോണൻസ് കമ്പൈൻ ചെയ്തുള്ള ഒരു സിസ്റ്റം. എന്തൊക്കെയാണ് ഈ കോമ്പോണൻസ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പീപ്പിൾ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, നെറ്റ്വർക്ക്, ഡാറ്റ റിസോഴ്സസ്. ഈ എല്ലാ കോമ്പോണൻസും കമ്പൈൻ ചെയ്തുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് മെയിൻ എയിം അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കുക എന്നതാണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഡാറ്റയും ഇൻഫോർമേഷനും ഒന്ന് തന്നെ അല്ലേ? കമ്പ്യൂട്ടർ ടേംസിൽ ഡാറ്റയും ഇൻഫോർമേഷൻ തമ്മിൽ ഒരു മേജർ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ സെൻസസ് എടുക്കാൻ ആൾക്കാർ വരുന്നു. കുറേ വീട്ടിൽ ഡാറ്റ കളക്ട് ചെയ്ത് അവർ ഓഫീസിൽ ചെന്ന് ഈ ഡാറ്റയെല്ലാം കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യും. ഈ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള ഡാറ്റ എന്ന് പറയുന്നത് റോ ഡാറ്റയാണ്. കുറേ പേരുടെ പേരും വിവരങ്ങളും കുറേ ജോലിയും അങ്ങനത്തെ കാര്യങ്ങളും മാത്രമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷെ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് കുറേ മീനിങ് ഫുൾ ആയ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ പേരും വിവരങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പേരും വിവരങ്ങൾ, ഇങ്ങനെ ഡാറ്റയിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുക എന്നതാണ് ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ എയിം അല്ലെങ്കിൽ പേർപ്പസ്. ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം മോഡലിൽ 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഒന്ന് ഇൻപുട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോ ഡാറ്റ ഇൻപുട്ട് ചെയ്യുക. 2 പ്രോസസ്സ്. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനിങ് ഫുൾ ഇൻഫോർമേഷൻ ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് പ്രോസസ്സ്. മൂന്നാമത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്താ? ഈ നമുക്ക് കിട്ടിയ മീനിങ് ഫുൾ ഇൻഫോർമേഷൻ ഒന്ന് ഫ്യൂച്ചർ യൂസിന് വേണ്ടി സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് നമുക്കുള്ള ഡേറ്റ വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക, ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അങ്ങനെ എന്തെങ്കിലും. ഇതാണ് ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം മോഡൽസിനുള്ള 3 സ്റ്റെപ്പുകൾ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ കോമ്പണന്റ് ആണ്. അപ്പോൾ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്ന് ആദ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം മാത്രമായിരിക്കും. പക്ഷേ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പണന്റ് പീപ്പിൾ ആണ്. ഈ പീപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ പെടും. ഇപ്പോൾ ഒരു കമ്പനിയാണ് ഉദ്ദേശിക്കുന്നതിന് കമ്പനിയുടെ ഹെൽപ്പ് ഡെസ്ക് മെമ്പർ ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റംസ് പ്രോഗ്രാമേഴ്സ് ആവാം, അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ വരെ ആവാം ഈ പീപ്പിൾ കാറ്റഗറിയിൽ പെടുന്നു. സോ അതാണ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ്. രണ്ടാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ഇറ്റ്സെൽഫ് ആണ്. അതിൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഹാർഡ്വെയർ ആണ്, രണ്ടാമത് സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയറിൽ തന്നെ ഒരുപാട് സബ് കാറ്റഗറീസും ഉണ്ട്. ഹാർഡ്വെയർ എന്താണ്? നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റിയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ എന്തും ഹാർഡ്വെയർ ആണ്. മോണിറ്റർ, കീബോർഡ്, മൗസ്, ടച്ച് സ്ക്രീൻ, റാം, റോം, പ്രോസസ്സർ, ഇതെല്ലാം ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയറിൽ തന്നെ 3 സബ് കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ്. എന്തൊക്കെ ഡിവൈസസ് ആണോ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് ഡാറ്റ കയറ്റാൻ ഉപയോഗിക്കുന്നത് അതെല്ലാം എന്ത് ഇൻപുട്ട് ഡിവൈസ് ആണ്. കീബോർഡ്, മൗസ്, വെബ് ക്യാം, മൈക്രോഫോൺ, എന്തും. രണ്ടാമത് പ്രോസസ്സിംഗ് ഡിവൈസ് ആണ്. പ്രോസസ്സിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സർ അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് മാത്രമാണ്. മൂന്നാമത്തെ സബ് കാറ്റഗറി ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഈ പോർഷൻ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ MCQs വരുന്ന ഒരു പോർഷൻ ആണ്. അതിലും ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് സബ് കാറ്റഗറി എന്ന് പറയുന്നത് ഇന്റേണൽ മെമ്മറിയാണ്. ഈ ഇന്റേണൽ മെമ്മറി കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പ്രോസസ്സറിനെയും ക്യാഷിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രോസസ്സറിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു 2 മെമ്മറി യൂണിറ്റ്സ് ആണ്. ഏറ്റവും ചെറുതാണ് രജിസ്റ്റേഴ്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് രജിസ്റ്റർക്കാർച്ചും കുറച്ചും കൂടി കപ്പാസിറ്റി കൂടുതലാണ് ക്യാഷ് മെമ്മറിക്ക്. രജിസ്റ്റേഴ്സ് ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്. ക്യാഷ് രജിസ്റ്ററിനെക്കാളും കുറച്ചും കൂടി സ്പീഡ് കുറവാണ്. ക്യാഷ് മെമ്മറി യൂസ് ചെയ്യണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറിയിലാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്
നമ്മുടെ ALU സേവ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് മെമ്മറിയിൽ സേവ് ചെയ്യും. സോ നെക്സ്റ്റ് ടൈം സെയിം ഇൻസ്ട്രക്ഷൻ ALUവിന് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ALU നേരെ ക്യാഷ് മെമ്മറി പോയി ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അല്ലാതെ നേരെ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ റാമിലോ പോവില്ല ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് മെമ്മറിയാണ് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ. ഈ മെയിൻ മെമ്മറിയിൽ രണ്ട് സബ് കാറ്റഗറി, ഒന്ന് റാം ആണ്, ഒന്ന് റോം ആണ്. റാം എന്നുള്ള റാൻഡം ആക്സസ് മെമ്മറിയാണ്. അത് വോളറ്റൈൽ ആണ്. അതായത് കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ റാമിലെ എല്ലാ ഇൻഫർമേഷൻസും ഇറേസ് ആയി പോകും. റാം യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ട് ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് റാം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിനിമ കാണണം. നമ്മൾ ആ സിനിമയുടെ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹാർഡ് ഡിസ്കിലാണ് നമ്മുടെ ഈ സിനിമ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് കുറച്ച് ഡാറ്റ റാമിലേക്ക് കോപ്പി ചെയ്തിടും. റാമിൽ നിന്ന് ഈ ഡാറ്റ നേരെ പോകുന്നത് രജിസ്റ്റേഴ്സിലാണ്. രജിസ്റ്റേഴ്സിൽ പോയി നേരെ ഡാറ്റ ബസ്സിൽ കൂടെ കയറി ALU ഡാറ്റ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഓഡിയോയും വീഡിയോയും തരും. സോ ടെമ്പററി ആയിട്ട്, അപ്പോൾ റാമിലുള്ള ഡാറ്റ ഫുള്ള് ALU എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും റാം പോയി ബാക്കിയുള്ള ഡാറ്റ ഹാർഡ് ഡിസ്കിനോട് ചോദിക്കും. അത് ടെമ്പററി ആയിട്ട് റാമിൽ സ്റ്റോർ ചെയ്യും. പിന്നെയും രജിസ്ട്രിയിൽ പോകും, ഡാറ്റാ ബസ്സിൽ പോകും, ALUവിലെത്തി അത് നമുക്ക് ഓഡിയോ വീഡിയോ ആയിട്ട് വരും. ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സിനിമ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. സോ റാമിന്റെ ജോലി ടെമ്പററി ആയിട്ട് ഈ ഡേറ്റ ഹോൾഡ് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് വൺ റോം ആണ്. റോം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് കറണ്ട് പോയാലോ നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലോ ഒന്നും റോമിലെ ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ ഇറേസ് ആയി പോകുന്നതല്ല. റോം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു മെമ്മറിയാണ്. അതായത് വളരെ കുറച്ച് ഇൻഫോർമേഷൻ പെർമനന്റ് ആയിട്ട് ഇരിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് റോം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ ബയോസിലാണ്. അതായത് നമുക്ക് പണ്ടത്തെ വിൻഡോസ് 98 വിൻഡോസ് XP ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ആദ്യം തന്നെ ഒരു കറുത്ത സ്ക്രീനാണ് വന്നത്. എന്നിട്ടാണ് വിൻഡോസ് XP ആയാലും വിൻഡോസ് 98 ആയാലും ഒക്കെ ലോഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സിനും അതൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഭയങ്കര ഫാസ്റ്റ് ആയത് കാരണം ബയോസ് ഒന്നും കാണാനുള്ള അവസരം നമുക്ക് കിട്ടാറില്ല. സോ ബയോസ് എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത്, മെമ്മറി എന്ന് പറയുന്നത് റാമിലേക്ക് ലോഡ് ചെയ്യുന്നത് ഈ ബയോസ് ആണ്. പക്ഷേ ഈ ബയോസ് തന്നെ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണ്ടേ? പക്ഷേ ഈ ബയോസിനാണെങ്കിൽ എന്ത് വേണം? ഒരിക്കലും ഒരു ചേഞ്ച് വരില്ല. സെയിം കാര്യം തന്നെ എന്നും അത് ചെയ്യണത്. അതുകൊണ്ട് ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഇൻഫോർമേഷൻ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും ആ ഇൻഫോർമേഷൻ തന്നെ അവിടെ കിടക്കുകയും വേണം. ആ ഡേറ്റ ഒരിക്കലും ചേഞ്ച് ചെയ്യുകയോ ഇറേസ് ചെയ്യപ്പെടുകയോ ചെയ്യാനും പാടില്ല. അങ്ങനത്തെ സമയത്താണ് നമ്മൾ റോം യൂസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ റോം ചെറുതുമായിരിക്കും, നോൺ വോളറ്റൈലും ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ എപ്പോഴും നോൺ ഇറേസബിൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി നമ്മുടെ എന്തും ആവാം, റേഞ്ചിങ് ഫ്രം ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, CD, DVD, ഫ്ലോപ്പി ഡിസ്ക് ഒന്നും ഇപ്പം ഇല്ല. എല്ലാം സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയാണ്. നെക്സ്റ്റ് സബ് കാറ്റഗറിയാണ് വിർച്വൽ മെമ്മറി. വിർച്വൽ മെമ്മറി ഒരു ട്വിസ്റ്റിംഗ് ക്യാരക്ടറാണ്. അതായത് വിർച്വൽ മെമ്മറി ശരിക്കും ഹാർഡ്വെയർ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ അല്ല. എന്നാൽ ഹാർഡ്വെയർ കാറ്റഗറി പെടുത്താമോ? എന്നാൽ ഹാർഡ്വെയർ കാറ്റഗറി പെടുത്തുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ വിർച്വൽ മെമ്മറി ഒരു സെപ്പറേറ്റ് മെമ്മറി അല്ല, ഹാർഡ് ഡിസ്കിലെ ഒരു പോർഷൻ തന്നെയാണ് വിർച്വൽ മെമ്മറി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമ നമ്മൾ കാണുമ്പോൾ ആദ്യം ഹാർഡ് ഡിസ്കിൽ നിന്ന് എടുത്ത് റാമിൽ കയറ്റും. റാമിൽ നിന്നാണ് അത് പ്രോസസ്സറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. പക്ഷെ റാമിൽ സിനിമയുടെ പോർഷൻസ് മാത്രമായിരിക്കില്ല ഉള്ളത്. അതിൻ്റെ കൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വേറെ നമ്മുടെ റണ്ണിങ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ചെയ്യുന്ന ഒരുപാട് കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റാമിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷെ അറ്റ് എ ടൈം നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ സിനിമ മാത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും ബാക്കിയുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് നോട്ട് ദാറ്റ് യൂസ് കറൻ്റ്ലി. അപ്പോൾ എന്ത് ചെയ്യും?
റാം കൂടുതൽ പെട്ടെന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഹങ് ആയി പോവാതിരിക്കാൻ വേണ്ടി റാം ഇപ്പൊ യൂസ് ഇല്ലാത്ത സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തിടും. ഈ ഹാർഡ് ഡിസ്കിലേക്ക് ഒരു പ്രത്യേക സ്ഥലത്താണ് ഹാർഡ് ഡിസ്കിലേക്ക് ഈ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കോപ്പി ചെയ്തിടുന്നത്. ആ സ്ഥലത്തിനെയാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ആ വിർച്വൽ മെമ്മറി നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാം. സാധാരണ റാമിന്റെ 25% ആണ് വിർച്വൽ മെമ്മറി കൊടുക്കാറ്. വേണമെങ്കിൽ നമുക്ക് 50% കൊടുക്കാം, 10% കൊടുക്കാം. പക്ഷെ എവിടെയാണ് ശരിക്കും ഈ വിർച്വൽ മെമ്മറി ഇരിക്കുന്നത്? ഹാർഡ് ഡിസ്കിൽ തന്നെയാണ് ഈ വിർച്വൽ മെമ്മറി ഇരിക്കുന്നത്. പക്ഷെ അതൊരു സെപ്പറേറ്റ് പോർഷൻ ആണ്. യൂസേജ് എന്താ ഈ വിർച്വൽ മെമ്മറിയുടെ? റാമിൽ എക്സസ് ആയി വരുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തൽക്കാലത്തേക്ക് കോപ്പി ചെയ്തിടുക. ആ ജോലിയാണ് വിർച്വൽ മെമ്മറിയുടെ. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസ് എന്താണെന്ന് അറിയാലോ? നമ്മുടെ സ്ക്രീന്, പ്രിന്റർ, ഇതൊക്കെ, അതായത് നമ്മൾ ഔട്ട്പുട്ട് കാണിക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ എന്താണ് സോഫ്റ്റ്വെയർ? നമ്മൾ എന്ത് ചെയ്താലും, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും ഫേസ്ബുക്കിൽ കയറിയാലും നമ്മൾ സിനിമ കണ്ടാലും ഈ എല്ലാ പണിയും ചെയ്യുന്നത് ഹാർഡ്വെയർ ആണ്. പക്ഷെ ഈ ഹാർഡ്വെയറെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് സോഫ്റ്റ്വെയർ ആണ്. സോ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഹാർഡ്വെയറിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൽ 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസോ അല്ലെങ്കിൽ ലൈനക്സോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡോ, ആപ്പിളിന്റെ ഫോൺ ആണെങ്കിൽ iOS ഒക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹാർഡ്വെയർ എന്ത് പണികൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഫോർ എക്സാമ്പിൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം ഹാർഡ്വെയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കൂടാതെ തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മൾക്ക് നേരെ 01011010 എന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഹാർഡ്വെയറിന് മനസ്സിലാക്കി കൊടുക്കുന്ന ജോലിയും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെതാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് എക്സിക്യൂട്ട് ചെയ്യും. ഈ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോം ആ ഹാർഡ്വെയർ ഫംഗ്ഷൻ. ഹാർഡ്വെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. എന്തൊക്കെ പണിയാണോ ഹാർഡ്വെയർ ചെയ്യുന്നത് ആ പണിയെല്ലാം ഹാർഡ്വെയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. രണ്ട്, ഞാൻ പറഞ്ഞ പോലെ യൂസർ ഇന്റർഫേസ്. നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഹാർഡ്വെയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, നമുക്കൊരു സ്ക്രീൻ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ ഒരു സ്ക്രീൻ ഒക്കെ തരുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പണ്ടത്തെ കാലത്ത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കമാൻഡ് ലൈൻ വെച്ച് നമ്മൾ എപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓരോ ഇൻസ്ട്രക്ഷൻസും. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഫുള്ള് നമുക്ക് GUI എന്ന് പറയും, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഡബിൾ ക്ലിക്ക് ചെയ്യാം, ടച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു യൂസർ ഇന്റർഫേസ്, നമുക്ക് യൂസ് ചെയ്യാൻ വിധത്തിലുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യും. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാർഡ്വെയർ ഇൻഡിപെൻഡൻസ്. ഹാർഡ്വെയർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ സേ 3 കമ്പനി ഉണ്ടെന്ന് വരിക. സാംസങ് ഉണ്ട്, MI ഉണ്ട്, നോക്കിയ ഉണ്ടെന്ന് വരിക. ഞാൻ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണേനു. സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സാംസങ്ങിനോട് പറഞ്ഞു, ഇതേ ഞാൻ ഇങ്ങനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി നിങ്ങളുടെ ഹാർഡ്വെയറിൽ വർക്ക് ചെയ്യുന്ന വിധത്തിൽ ഞാൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അയ്യോ, സാംസങ് പോലെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കമ്പനിയല്ലേ MIയും നോക്കിയ അല്ലെങ്കിൽ ആപ്പിളൊക്കെ. അപ്പം ഞാൻ സാംസങ്ങിന് വേണ്ടി അവരുടെ ഹാർഡ്വെയറിന് വേണ്ടി ഞാൻ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനീസിന്റെ ഹാർഡ്വെയർ ആയിട്ട് ഇത് വർക്ക് ചെയ്യില്ല, അത് കോമ്പാറ്റബിൾ ആയിരിക്കില്ല. സോ ഓരോ കമ്പനിക്കും ഞാൻ എഴുതുന്ന കോഡ്, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എഴുതുന്ന കോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഭയങ്കര tedious ടാസ്ക് ആണ്. ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ ഓരോരോ അപ്ഡേറ്റ് വരുന്നതും ഓരോരോ ചേഞ്ചസ് വരുത്തുന്നതൊക്കെ ഇതുപോലെ തന്നെ ഓരോരോ കമ്പനികൾക്ക് വേണ്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നത് വളരെ ഈസിയുള്ള കാര്യങ്ങളല്ല. സോ അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു API, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. ആ API വെച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് ഫേസ്ബുക്ക് ഇന്ററാക്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോടാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഹാർഡ്വെയറിനോട് പറയണത് ഇന്ന കാര്യം ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ ഹാർഡ്വെയറിന്റെ മുകളിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്തുണ്ടായാലും പ്രശ്നമില്ല. കാരണം ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മൊത്തം ഇന്ററാക്ട് ചെയ്യുന്ന OSനോട് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർഡ്വെയർ ആയിട്ട് ഒരു പ്രത്യേകതരം ഹാർഡ്വെയറിന് വേണ്ടി ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ വേറൊരു ക്യാച്ച് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറുന്ന അനുസരിച്ച് നമുക്ക്
നമ്മുടെ സോഴ്സ് കോഡ് മാറ്റി കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്ന ഫേസ്ബുക്ക് അല്ല iOS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ്രോയിഡിനും iOSനും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കോഡ് എഴുതേണ്ടി വരും. നാലാമത്തെ കാര്യം മെമ്മറി മാനേജ്മെന്റ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സിനിമ ഡബിൾ ക്ലിക്ക് ചെയ്ത് റാമിൽ നിന്ന് എടുത്ത് രജിസ്റ്റേഴ്സ്, ഇങ്ങനെ ഈ എല്ലാ പണികളും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ടാസ്ക് മാനേജ്മെന്റ് ആണ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഒരുമിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് മൾട്ടി ടാസ്കിങ് എന്നാണ് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി ടാസ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. മൾട്ടി ടാസ്കിങ് കൂടാതെ തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ആൾക്കാർക്ക്, യൂസേഴ്സിന് ഒരുമിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ആ യൂസേഴ്സിന്റെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റി ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് വേറൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യണം. ആ ഫെസിലിറ്റീസ്, ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ലോജിക്കൽ ആക്സസ് സെക്യൂരിറ്റി ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു ലോഗിൻ പേജ് വരും, യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള. അതാണ് ലോജിക്കൽ സെക്യൂരിറ്റി, ആക്സസ് സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം അതിലൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളെ ഐഡന്റിഫൈ ചെയ്യുകയും നമുക്ക് ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള ഓത്തന്റിക്കേഷൻ നൽകുകയും ചെയ്യും. അതാണ് ലോജിക്കൽ ആക്സസ് സെക്യൂരിറ്റി. ലാസ്റ്റ് ആക്ടിവിറ്റി എക്സിക്യൂട്ടഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഫയൽ മാനേജ്മെന്റ്. ഒരു ഫയൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഫയല് എവിടെയാണ് എന്ന് ട്രാക്ക് ചെയ്യുന്നതും ആ ഫയലിൽ ആർക്കൊക്കെ ആക്സസ് ഉണ്ട് എന്നും അതിലൂടെ ആർക്കൊക്കെ ആ ഫയൽ റിട്രീവ് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഫീച്ചറാണ്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വെരി ഈസി. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു പ്രത്യേക പർപ്പസേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അതെല്ലാം ഒരു പ്രത്യേക കാര്യങ്ങൾ ഫോക്കസ് ചെയ്തായിരിക്കും എപ്പോഴും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഡാറ്റ റിസോഴ്സസ് ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ബിക്കോസ് അത് ഇത്തിരി വലുതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ടേക്ക് കെയർ, ബൈ.